കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതു. ഉച്ചപൂജ ഇന്ന് ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തിയാണ്. മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി. കളഭാലങ്കാരം ഉണ്ടായത് മൂന്നൂലം ഭഗവതിക്കനാണ്. നല്ലൊരു പൊന്നുണ്ണിക്കണ്ണിനെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണെന്ന് കാണാൻ. കയ്യിലൊരു ഓടക്കുഴലൊക്കെ വിളിച്ചിങ്ങനെ നിൽക്കുകയാണ് ആൾ. ചുണ്ടിനോടടുപ്പിച്ച് ആ ഓടക്കുഴലിങ്ങനെ ചാർത്തി വെച്ചിട്ടുണ്ട്. വളരെ സന്തോഷമായിട്ടുള്ള ആ ഒരു നിൽപ്പാണ് നിൽക്കുന്നത്. ഇന്നത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല കൗതുകമുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ ഉണ്ണിക്കണ്ണൻ്റെ ഇടത്തെ കയ്യിൽ ഗോവർദ്ധനധാരിയാണ് കേട്ടോ ആൾ. ഗോവർദ്ധനത്തെ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് ആൾ. വേണു പൊഴിക്കണോണ്ട് ഇടത്തെ കൈ കൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെ ഇങ്ങനെ പിടിച്ച് പൊന്തിച്ച് നിർത്തിയതാണ്. അപ്പോൾ നല്ല രസമാണെന്ന്. കാലുമ്മിലൊക്കെ കാൽത്തടകളും കൈവളകളും മാറിലൊക്കെ രത്നഹാരങ്ങളും സ്വർണം കൊണ്ടുള്ള ചെയിനും സ്വർണ്ണ ഗോപിയും ഒക്കെ ഇട്ടിട്ട് കാതിൽ പൂക്കളൊക്കെ ഉണ്ട്. ചെവിപ്പൂക്കളൊക്കെ നന്നായിട്ടുണ്ട്. വളരെ രസമായിട്ടാണെന്ന് ചാർത്തിയിട്ടുള്ളത് ഗോവർദ്ധനധാരീനെ കേട്ടോ. നല്ലൊരു കൗതുകമാണ്. ഇന്നിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അതിങ്ങനെ ആ ഗോവർദ്ധനം ശരിക്കും ഒരു കാടുണ്ടാക്കിയ മാതിരിയാണ്. പുല്ലും ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ നമുക്ക് ആ മല അങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുന്ന പോലെ തന്നെ കാണുന്ന പ്രതീതിയാണ്. അപ്പോൾ വളരെ സന്തോഷമായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ് ഇന്ന് ഗുരുവായൂരപ്പൻ്റെ പ്രതിരൂപമായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇന്നിപ്പോൾ ഗോവർദ്ധനധാരിയായിട്ട് ഇരിക്കണു. വളരെ നന്നായിട്ട് അത് ചാർത്തിയിട്ടുമുണ്ട് ഭഗവതിക്കൻ. നല്ല ഇപ്പോഴൊക്കെ തിരക്കായില്ലേ, നല്ല തിരക്കാണ് ഗുരുവായൂർ. വളരെ തിരക്കാണ്. നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ ഇനി പറയാനില്ല, അമ്മാതിരി തിരക്കായി. ഇനിയിപ്പോൾ നാളെ മറ്റന്നാളൊക്കെ 8-ാം തീയതി പറഞ്ഞ മാതിരി 330 കല്യാണം എന്നൊക്കെ പറയണു. അപ്പോൾ എന്തായിരിക്കും തിരക്ക് എന്ന് പറയാനില്ലല്ലോ. വളരെ കേമമായിട്ട് അങ്ങനെ ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും എന്നെ ശ്രവിക്കുന്നവരൊക്കെ നമ്മളിപ്പോൾ ഗുരുവായൂർക്ക് പോവുകയാണ്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടെ എത്തി അമ്പലത്തിലേക്ക് കയറുകയാണ്. അപ്പോൾ എല്ലാവരും ആ ഗുരുവായൂരപ്പനെ കാണാനുള്ള തയ്യാറെടുപ്പിൽ നമ്മൾ അങ്ങനെ നടക്കുന്നു. അവിടെ എത്തി ആ വാതിൽപ്പടി കയറുമ്പോൾ അതാ പൊന്നുണ്ണിക്കണ്ണന് മനോഹരമായ രൂപം കാണുകയാണ് കേട്ടോ. ആ ഒരു കാഴ്ച നമ്മളെ മനസ്സിനെ അതേവരത്തെ എത്ര തിരക്കുണ്ടോ എന്തുണ്ടോ അതൊന്നും നമുക്ക് ചിന്തയിലില്ല. അതേവരത്തെ ആ വിഷമങ്ങൾ മുഴുവൻ ആ പൊന്നുണ്ണിക്കണ്ണനെ ഒരു നോക്ക് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ നിന്ന് ആ എല്ലാ വിഷമങ്ങളും പമ്പ കടന്നു എന്ന് പറയില്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ പതുക്കെ ഇങ്ങനെ നടക്കുന്നു. ആ വഴിയിലൂടെ ഇങ്ങനെ നടന്നു. അപ്പോൾ അതിൽപ്പടി ഒന്ന് കണ്ടു. അത് കഴിഞ്ഞ് പതുക്കെ അതാ കുറച്ച് മുന്നിലൊക്കെ ആളുകൾ തിരക്കുള്ള കാരണേ കുറച്ച് ഉയരം കൂടിയ ആളുകളൊക്കെ ഉണ്ട്. നമ്മളെക്കാട്ടിലും ഉയരമുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് കാഴ്ചയൊക്കെ ഇടയ്ക്ക് മിന്നി മറിഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ. എന്നാലും നന്നായിട്ട് അത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിങ്ങനെ കാണുക. നമ്മളിങ്ങനെ കണ്ടു. അതാ അവിടെ എത്തി, ആ മണ്ഡപത്തിൻ്റെ മുന്നിലെത്തി. അപ്പോൾ ഒന്നിങ്ങനെ വലതുവശത്ത് കൂടെ വന്നുകൊണ്ട് നമുക്ക് കുറച്ച് സമാധാനമുണ്ട്. എന്താ വെച്ചാൽ ഒന്ന് തിരിയാണ്ടല്ലോ. അപ്പോൾ ആ തിരിച്ചിലൊക്കെ അന്ന് അവിടെ നിന്നു ഒന്ന് കാണാൻ പറ്റി. കുറച്ച് നേരം നമുക്ക് കാണാൻ പറ്റി. അങ്ങനെ കണ്ടു. അങ്ങനെ അവിടുന്ന് ഒന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് കുറച്ചും കൂടിയൊക്കെ ഒന്ന് വ്യക്തമായിട്ട് ഗോവർദ്ധനധാരിയെ കാണുന്നത്. ഗോവർദ്ധനധാരിയെ കണ്ടു. ഇനി നമ്മൾ സോപാനപ്പടിയിലേക്ക് എത്തി. സോപാനപ്പടിയുടെ അവിടെ നിന്ന് നോക്കുകയാണ് കേട്ടോ. ആ നെയ്വിളക്കിൻ്റെ ആ സ്വർണ്ണ വിളക്കിൻ്റെ പ്രഭയിലൊക്കെ നമ്മളിങ്ങനെ ഗോവർദ്ധനധാരിയായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെ നമ്മൾ കാണുകയാണ്. എന്താ ഒരു രസം! ആ കാഴ്ച ഇങ്ങനെ കാണാൻ ഒന്നും പറയാൻ വാക്കുകളില്ല. അത്രയ്ക്കും അസുലഭ മുഹൂർത്തമാണ്. അദ്ദേഹത്തിന് ആ ഗോക്കളും എല്ലാവരെയും രക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ. ഗോപാലന്മാരെയും എല്ലാവരെയും ആ ഗോവർദ്ധനം പോലെ കുടക്കീഴാക്കിയിട്ട് അതിൻ്റെ ചുവട്ടിലേക്ക് കൊടന്ന് നിർത്തിയെന്നാണ്. അപ്പോൾ ആ ഒരു വിരൽത്തുമ്പിൽ ഗോവർദ്ധന പർവ്വതത്തെ തൂക്കിയ ആ മഹാരഥൻ നമ്മൾ കൺകുളിർക്കെ കാണുകയാണ്.
അപ്പോൾ ഗുരുവായൂരപ്പനോട് എല്ലാം മനസ്സ് തുറന്ന് പറയുക, നമ്മളെല്ലാ വിഷമങ്ങളും അവിടെ അങ്ങോട്ട് ആ നടയിൽ സമർപ്പിക്കുകയാണ് കേട്ടോ. കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം.